നമസ്കാരം. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രൈംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവ്യേ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം 20. കാശിരാജാവിൻ്റെ 3 പുത്രിമാരെയും സ്വയംവര മണ്ഡപത്തിൽ നിന്ന് ഇപ്പോൾ ഭീഷ്മർ എല്ലാ രാജാക്കന്മാരെയും തോൽപ്പിച്ച് കൈയടക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. അവിടെ ശാല്വ മഹാരാജാവും സന്നിഹിതനായിരുന്നു. ഇവരെ പാണിഗ്രഹണം ചെയ്യാൻ വേണ്ടി, പ്രത്യേകിച്ച് മൂത്ത പുത്രിയിൽ രാജാവിന് അനുരാഗമുണ്ടായിരുന്നതുകൊണ്ട് അവളെ വേൽക്കാൻ വേണ്ടി അദ്ദേഹവും സഭയിൽ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഈ 3 പേരെയും ഭീഷ്മർ കൊണ്ടുവന്നിരിക്കുന്നത് ഹസ്തിനപുരത്തിലേക്ക്. അങ്ങനെ കൊണ്ടുവന്നപ്പോൾ മൂത്ത പുത്രി ഭീഷ്മരെ അറിയിച്ചു, ഞാൻ ശാല്വ മഹാരാജാവിനെ മനസ്സാ വരിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് എന്നെ വിട്ടയക്കണമെന്ന് അപേക്ഷിച്ചു. അപ്പോൾ ഭീഷ്മർ തൻ്റെ മാതാവിനോടും മന്ത്രിമാരോടും ഒക്കെ ആലോചിച്ച് അവളെ വിട്ടയച്ചു. അങ്ങനെ വിട്ടയച്ച അവൾ ശാല്വ മഹാരാജാവിൻ്റെ അടുത്ത് ചെന്ന് തന്നെ പാണിഗ്രഹണം ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ ശാല്വൻ മറുപടി പറയുന്നത്, ഞാൻ നോക്കി നിൽക്കുകയാണല്ലോ ഭീഷ്മർ നിന്നെ പിടിച്ച് തേരിൽ ഇരുത്തിയത്. അപ്പോൾ നിൻ്റെ പാണിഗ്രഹണം നടന്നു കഴിഞ്ഞു, ഭീഷ്മർ നിൻ്റെ കൈ പിടിച്ചപ്പോൾ. അതുകൊണ്ട് നിന്നെ ഞാൻ പാണിഗ്രഹണം ചെയ്യുകയില്ല. ഒരാൾ എച്ചിലാക്കിയ കന്യകയെ ഞാൻ ഒരിക്കലും സ്വീകരിക്കുകയില്ല എന്ന് അവളെ അറിയിക്കുന്നു. ഞാൻ നിന്നെ അമ്മയെപ്പോലെ കരുതിക്കൊള്ളാം, അല്ലാതെ നിന്നെ ഞാൻ വേൾക്കുകയില്ല എന്ന് പറയുന്നു. അങ്ങനെ കൈവിട്ടപ്പോൾ ആ സുന്ദരിക്ക് വളരെയധികം സങ്കടമുണ്ടായി. അവൾ വീണ്ടും ഭീഷ്മരുടെ അടുക്കലെത്തി അദ്ദേഹത്തോട് അപേക്ഷിച്ചു തന്നെ വിവാഹം കഴിക്കണമെന്ന്. അങ്ങ് എന്നെ ഉപേക്ഷിച്ചതുകൊണ്ടാണ് ശാല്വൻ എന്നെ സ്വീകരിക്കാൻ ഒരുക്കം അല്ലാതെ ഇരിക്കുന്നത്. അതുകൊണ്ട് അങ്ങ് വേണം എന്നെ ഇനി സ്വീകരിക്കാൻ. അങ്ങ് എന്നെ സ്വീകരിച്ചില്ലെങ്കിൽ ഞാൻ മരിക്കുമെന്ന് ഭീഷണി മുഴക്കുന്നു. ഇനി അടുത്ത ശ്ലോകങ്ങളിൽ എന്താണ് പ്രതിപാദ്യമെന്ന് നോക്കാം. ഭീഷ്മ ഉവാച. ശ്ലോകം 49. അന്യചിത്താം കഥം ത്വാം വൈ ഗൃഹ്ണാമി വരവർണിനി പിതരം ത്വാം വരാരോഹേ വ്രജ ശീഘ്രം നിരാകുലാം. കുലീനെ, മറ്റൊരുവനിൽ മനസ്സൂന്നിയ നിന്നെ ഞാൻ എങ്ങനെ സ്വീകരിക്കും? സുന്ദരി, ഒട്ടും വ്യാകുലപ്പെടാതെ നീ അച്ഛൻ്റെ അടുത്തേക്ക് തന്നെ വേഗം പോയിക്കൊള്ളൂ. ശ്ലോകം 50. തഥോക്താ സാധു ഭീഷ്മേണ ജഗാമ വനമേവ ഹി തവച്ഛകാരവിജനെ തീർത്ഥേ പരമപാവനെ. ഭീഷ്മർ അങ്ങനെ പറഞ്ഞപ്പോൾ അവൾ നേരെ പോയത് വനത്തിലേക്കാണ്. അത്യന്തം പവിത്രവും വിജനവുമായ തീർത്ഥസ്നാനത്ത് ചെന്ന് തപസ് ചെയ്തു. ശ്ലോകം 51. ദ്വേ ഭാര്യേ ചാതിരൂപഠ്യേ തസ്യ രാജ്ഞോ ബഭൂവതുഃ അംബാലികാ ചാംബികാ ച കാശിരാജാസുതേ ശുഭേ. കാശിരാജാവിൻ്റെ പുത്രിമാരും രൂപവതികളുമായ അംബാലികയും അംബികയും ആ രാജാവിൻ്റെ ഉത്തമ പത്നിമാരായി തീർന്നു. ശ്ലോകം 52. രാജാ വിചിത്രവീര്യോസൗ താഭ്യാം സഹ മഹാബലഃ രേമേ നാനാവിഹാര്യച്ഛ ഗൃഹേ ചോപവനേ തഥാ. മഹാബലവാനായ വിചിത്രവീര്യ മഹാരാജാവ് അവരോടുകൂടി കൊട്ടാരത്തിലും പൂങ്കാവനത്തിലും ക്രീഡാലോലുപനായി രമിച്ചു. ശ്ലോകം 53.
വർഷാണി നവരാജേന്ദ്ര കുർവൻ ക്രീഡാം മനോരമാം പ്രാപാസൗ മരണം ഭൂയോ ഗൃഹീതോ രാജയക്ഷ്മണാം. രാജാവായ വിചിത്രവീരൻ 9 വർഷം ആനന്ദപ്രദമായ ക്രീഡകളിൽ മുഴുകി കഴിഞ്ഞു. പിന്നെ രാജയക്ഷ്മാവ് പിടിപെട്ട് മരണമടയുകയും ചെയ്തു. ശ്ലോകം 54. മൃതേ പുത്രേതി ദുഃഖാർത്ത ജാതാ സത്യവതീ തഥാ കാരയാമാസ പുത്രസ്യ പ്രേതകാര്യാണി മന്ത്രിഭിः. പുത്രൻ മരിച്ചപ്പോൾ സത്യവതി അതീവ ദുഃഖിതയായി തീർന്നു. പുത്രൻ്റെ അന്ത്യകർമ്മങ്ങൾ മന്ത്രിമാരെ കൊണ്ട് ചെയ്യിച്ചു. ശ്ലോകം 55. ഭീഷ്മമാഹ തദൈകാന്തേ വചനം ചാതിദുഃഖിത രാജ്യം കുരു മഹാഭാഗ വിദുസ്തേ ശന്തനോ സുതഃ. ഏകാന്തമായ ഒരിടത്ത് വെച്ച് സത്യവതി അത്യന്തം ദുഃഖിതയായി ഭീഷ്മരോട് പറഞ്ഞു, മകനെ മഹാഭാഗ, പിതാവായ ശന്തനുവിൻ്റെ രാജ്യം നീ ഭരിക്കണം. ശ്ലോകം 56. ഭ്രാതുർഭാര്യാഗ്രഹാണത്വം വംശം ച പരിരക്ഷയാ യഥാന നാശമായാതി യയാദേർവംശയിത്യുത. സഹോദരൻ്റെ ഭാര്യയെ നീ സ്വീകരിക്കണം. യയാതിയുടെ വംശം നശിക്കാതിരിക്കത്തക്കവണ്ണം വംശം നിലനിർത്തുകയും വേണം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.